ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാനായിട്ട് ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചെറിയൊരു ശരീരത്തിൽ ഒരു അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ആവേശം കയറി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇച്ചിരി പ്രഷർ പെട്ടെന്ന് കൂടുകയും അങ്ങനെ ഒരു ചെറിയൊരു വിഷമത്തിൽ ഇരിക്കുവാണ്. എന്നാലും ന്യായമായ സൗണ്ടിൽ പറയാം. എൻ്റെ ഭാര്യ എൻ്റെ അടുത്തിരിപ്പുണ്ട്. ആ, അത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന് നമ്മൾ സാധാരണഗതി പറയും, അതിന്റെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് കുറച്ചുകൂടെ ഇതായിട്ട് പിന്നെ നമുക്ക് അത് പ്രിപ്പയർ ചെയ്ത് പറയാവുന്നതേ ഉള്ളൂ. സ്പിരിച്വൽ വാർഫെയർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേറൊരു ടോപ്പിക്കായിട്ട് എടുക്കാനും, തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്തുകൊണ്ട് തന്ത്രങ്ങൾ? അത് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിശാചിന്റെ സ്വഭാവം തന്നെ ചില സൂത്രപ്പണികളും അതുപോലെ കൗശലക്കാരനാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെയാണ് പിശാചിന്റെ ഉത്ഭവം എന്നും പല പ്രാവശ്യം നമ്മൾ ഈ റൂമുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് പിന്നെ ആൾക്കാർ വന്ന് ചോദിക്കും, എന്തിന് ദൈവം പിശാചിനെ സൃഷ്ടിച്ചു? ദൈവത്തിന് വേറെ പണിയില്ലായിരുന്നു, എന്തിനു ദൈവം സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ ഈ ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് പിശാചിന് എങ്ങനെ കഴിഞ്ഞു? അപ്പൊ ദൈവത്തിന്റെ ഒരു കുറവല്ലേ അങ്ങനെ പരീക്ഷിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെയുള്ള കാര്യമറിയാതെ, കഥയറിയാതെ ആട്ടം കാണുന്ന പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. യേശുക്രിസ്തു മരിച്ചത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അതുപോലുള്ള ബലഹീനതയ്ക്ക് വിധേയനായത് എന്തുകൊണ്ടാണ് എന്നൊക്കെ വളരെ കാര്യകാരണ സഹിതം അത് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സഹോദരങ്ങൾ ചിലര് ഇതൊന്നും അവര് കേട്ടിട്ടില്ല, ഞങ്ങളിത് കേട്ടിട്ടേ ഇല്ല, അറിയത്തേ ഇല്ല, ഇത് പുതുതായിട്ട് ഇത് കേൾക്കുകയാണ് എന്നുള്ള മട്ടിന് അത് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നും. കർത്താവ് ലോകത്തിൽ കടന്നു വരാൻ ഇടയായി തീർന്നത് തന്നെ മനുഷ്യന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, മനുഷ്യനെ പാപത്തിൽ രക്ഷിപ്പാൻ ദൈവിക പദ്ധതി അനുസരിച്ച്, ദൈവത്തിന്റെ മുൻനിർണയം അനുസരിച്ച്, ദൈവത്തിന്റെ കാലയെ കൂട്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ആണ് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ലോകത്തിൽ ഒരു രാജാവിനെ പോലെ, ഒരു അജയ്യനെ പോലെ എല്ലാ സമ്പത്തും സൗകര്യവും ശ്രേഷ്ഠതയും ശക്തിയും ഉള്ള ഒരു രാജാവിനെ പോലെ ജീവിച്ച് പോകാനല്ല, മറിച്ച് മനുഷ്യന് വേണ്ടി പ്രാണനെ വയ്ക്കാനും, ഈ ലോകത്തിൽ മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും കടന്നു പോകാനും, ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ആ മനുഷ്യന് വേഷത്തിൽ മനുഷ്യനെ പോലെ വിളങ്ങി എന്ന് വായിക്കുന്നത് പോലെ ആ നിലയിൽ മനുഷ്യത്വത്തിൽ വിളങ്ങാൻ ആണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അതായിരുന്നു കർത്താവിന്റെ ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ സൂപ്പർ പവർ ഒന്നും കാണിച്ചില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് തന്നെ അർത്ഥമില്ല, അതിനൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാലും ചില ആൾക്കാർ മനസ്സിലായാലും മനസ്സിലായി എന്ന് അവർ പറയത്തില്ല, അവർ മനസ്സിലാകാത്തത് പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒന്നാമത് ഇവിടെ ആദ്യം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, എന്തുകൊണ്ടാണ് ഈ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞേക്കുന്നത്? തന്ത്രത്തിന്റെ ആവശ്യം എന്താ? ഇപ്പൊ നമുക്കറിയാമല്ലോ, ഒരു ശക്തിയും ശ്രേഷ്ഠതയും ബുദ്ധിയും അതിന് തികവുമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്ത്രങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നല്ലപോലെ എക്സാമിന് എഴുതി പഠിച്ച് പാസ്സായ ഒരു വ്യക്തി പിന്നെ പാസ്സായി കഴിഞ്ഞിട്ട് പറയുവോ, ഞാൻ തന്ത്രപൂർവ്വം അങ്ങ് പാസ്സായി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം അവൻ നല്ലപോലെ പഠിച്ചിരുന്നു, നല്ലപോലെ ഒരുങ്ങിയിരുന്നു, അതനുസരിച്ച് അവൻ പാസ്സായി എന്നല്ലേ. ഈ തന്ത്രം പ്രയോഗിക്കേണ്ടി വരുന്ന ആർക്കാ? തന്ത്രം പ്രയോഗിക്കേണ്ടി വരുന്നത് ശരിക്കും അതിന് അർഹതയില്ലാത്ത വ്യക്തികളാണ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം നിയമപരമായിട്ട് നേരെ ചൊവ്വേ പറഞ്ഞാൽ അങ്ങനെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാനോ ഉള്ള യാതൊരു പഴുതുമില്ല, അങ്ങനെ യാതൊരു കഴിവ് ആ വ്യക്തിക്കില്ല എന്ന് വരുമ്പോഴാണ് തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഡിസ്കഷൻ ഒക്കെ നമ്മൾ നടത്തുമ്പോൾ പിശാചിനെ വലിയവനാക്കി കാണിക്കാനും, പിശാജ് ആരാണെന്ന് ഉയർത്തി കാണിക്കാനും, പിശാചിനെ പേടിച്ച് നമ്മൾ ഇനി ജീവിച്ചോണോ എന്ന് പറയാനും ഒന്നും അല്ല നമ്മൾ ഈ സെഷൻസ് ഒക്കെ ഇവിടെ വെക്കുന്നത്. മറിച്ച് പിശാചിനെ ഭയക്കേണ്ട ആവശ്യമില്ല. അവനെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ
കാൽവരി ക്രൂശിൽ അവന്റെ മേൽ ജയം നേടിയിരിക്കുന്നു. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ് എന്ന കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇതൊക്കെ ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മളൊരു ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചിട്ട് ആകെ പേടിച്ചിരിക്കുന്ന പോലെ ഇരിക്കാനും, ഇനി അവിടുന്ന് പിശാച് വരുന്നോ ഇവിടുന്ന് പിശാച് വരുന്നോ, എങ്ങനെ ഇത്രയൊക്കെ ഇതൊക്കെയാണ് പിശാചിന്റെ പരിപാടിയെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കും എന്നൊന്നും അത്ഭുതപ്പെടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ സെഷൻസ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുക. പിശാചിനെ മാഗ്നിഫൈ ചെയ്യാനും പിശാചിന്റെ ശക്തിയെക്കുറിച്ച് പ്രകീർത്തിക്കാനും പിശാച് ഒരു സംതിങ് ആണ്, ഒരു സംഭവമാണെന്ന് പറയാനൊന്നും അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അല്ല എന്ന് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് അവന് തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണല്ലോ ചിന്തിക്കുന്നത്. നമുക്ക് പല ദൈവവചന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തന്നെ 2 വാക്യങ്ങൾ ഓൾറെഡി തന്ത്രങ്ങളോടുള്ള ബന്ധം, ഡയറക്റ്റ് തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന 2 വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോരോ ടോപ്പിക്കലായിട്ട് ഇങ്ങനെ പറഞ്ഞു വിടാനായിട്ടല്ല, നമ്മൾ ഓരോരോ ദൈവവചന ഭാഗങ്ങൾ എടുത്ത് അത് അടിസ്ഥാനപരമായിട്ട് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും കൂടെയാണ് ശ്രമിക്കുന്നത്. ഞാൻ സാധാരണഗതിയിൽ എനിക്ക് ഞാൻ ചെയ്യാറുള്ള സംഗതി അങ്ങനെ തന്നെ ആണല്ലോ. അതുകൊണ്ട് തന്നെ 2 കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനം ഇവിടെ ഓൾറെഡി സഹോദരങ്ങള് പന്നസങ്ങളും അതുപോലെ റോസ് സിസ്റ്ററും കോട്ട് ചെയ്തു. 2:11 വാക്യം, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ അല്ലല്ലോ എന്ന് പറയുക. അപ്പൊ നമുക്കറിയാമല്ലോ, പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുപോലെ കുട്ടനും മുട്ടനും എന്നും പറഞ്ഞ 2 ആടുകൾ ഉണ്ടായിരുന്നു. അവരെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാനായിട്ട് കുറുക്കന് കഴിയാതെ വന്നപ്പോൾ അവരെ തമ്മിൽ ഏറ്റുമുട്ടിച്ച് അതിന്റെ ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കുറുക്കൻ ഇടികൊണ്ട് ചത്തു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ഈ പല നിലകളിലും നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും മുന്നോട്ട് പോവുകയും കർത്താവ് കാവലായിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ തന്നെ അവന്റെ തന്ത്രങ്ങളിലൂടെ അവന് പല പല കാര്യങ്ങളിൽ കൊടുക്കാനായിട്ടും, അവന്റെ തന്ത്രങ്ങളിലൂടെ യഥാർത്ഥമല്ലാത്ത കാര്യങ്ങളിലൂടെ പോഷ്കിലൂടെ അവന് പല കാര്യങ്ങളും സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഇന്നിപ്പം ഇവിടെ വായിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പഠിച്ചതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. അവിടെ ഒരു സഹോദരൻ തിന്മ ചെയ്യുകയും ആ തിന്മ ചെയ്ത സഹോദരനെ അവരെല്ലാം കൂടെ ശാസിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് 1-ാം അധ്യായത്തിൽ ചോദിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെയുള്ളവനെ സഭയിൽ നീക്കിക്കളവിൻ എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ളത് നമുക്ക് കാണാം. ഈ എഴുത്തുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന്, നമുക്ക് 1-ാം ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഞാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരുമിച്ച് ചേർന്ന് അവനെ സാത്താനെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ആ നിലയിൽ അവരെല്ലാരും കൂടെ ചേർന്ന് അവനെ ഒറ്റപ്പെടുത്തുകയും അവൻ അനുസരിക്കാത്തത് കൊണ്ട്, കീഴടങ്ങാത്തത് കൊണ്ട്, അവൻ മാനസാന്തരപ്പെടാത്തത് കൊണ്ട്, അവൻ മാനസാന്തരപ്പെടാൻ തക്കവണ്ണം ചില നടപടികൾ സഭയിൽ നിന്ന് എടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, അവൻ വളരെ ദുഃഖത്തിലുമായി പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആ ദുഃഖത്തിലായി പോയ സഹോദരനെ, കാരണം ഈ അടിക്കുക എന്ന് പറയുന്നത് ഒരാൾ കൊല്ലാൻ വേണ്ടിയിട്ടല്ലല്ലോ അടിക്കുന്നത്. നമ്മുടെയൊക്കെ ചിന്ത പലപ്പോഴും ഒരുത്തനെ വെച്ചേക്കരുത് എന്നൊരു ചിന്ത പലപ്പോഴും നമ്മളിൽ വ്യാപരിക്കും. എന്നാൽ ഒരിക്കലും ദൈവം ശിക്ഷിച്ച് അവനെ കൊല്ലാനല്ല, അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ശിക്ഷ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പല സാഹചര്യങ്ങളിലും ബാലശിക്ഷയുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഇത്രയും ദുഃഖത്തിലിരിക്കുന്ന ഇനിയും അവനെ ഒറ്റപ്പെടുത്തിയതും വിഷമിപ്പിച്ചതും മതി. നിങ്ങൾ അവന് പോയി ഉടനെ കൂട്ടായ്മ കാണിക്കണം, അവനെ പിന്നെയും ചേർത്തുകൊള്ളണം. നിങ്ങൾ അനുസരണമുള്ളവരാണോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിന് വേണ്ടി ഞാൻ എഴുതിയതാണ്. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിലാകുന്നു ക്ഷമിച്ചിരിക്കുന്നത്. അപ്പം അവിടെ പ്രസക്തമായ കാര്യം എന്താ? ഒരുത്തനെ അങ്ങനെ പുറത്താക്കി, ഇനി അവൻ പോയി ഒറ്റപ്പെട്ട് അവൻ ദുഃഖിച്ചു, അങ്ങനെ വല്ലാതെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ് അവൻ ചില എക്സ്ട്രീം സ്റ്റെപ്പുകളിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മാനുഷികമായിട്ട് പോയേക്കാം. കാരണം ദൈവസഭയുടെ ആ പ്രാർത്ഥനയുടെ കവറിങ്ങോ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സംരക്ഷണമോ അവൻ ഇല്ലാത്ത നിലയിലോ അവൻ ഒറ്റപ്പെട്ട് അവന് എന്തും സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്, നമ്മൾ വാശിപ്പുറത്തൊന്നും കയറി ചെയ്യണ്ട. അങ്ങനെ വാശിയല്ല, അവനോട് നമുക്ക് ഒരു വാശിയില്ല. അവനോട് അല്ലെങ്കിൽ നീയാണോ ജയിച്ചത് ഞാനാണോ ജയിച്ചത് എന്നുള്ള നിലയിൽ ചിന്തിക്കേണ്ട ആവശ്യവും ഇല്ല.
ഈ നടപടികളൊക്കെ ചെയ്തത് അവനെ എതിർക്കാനോ നശിപ്പിക്കാനോ വേണ്ടിയല്ല. എന്നാൽ അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പിശാചിന് കഴിയും. അവനെ വിടരുത്, അവൻ ഇത്രയൊക്കെ ധാർഷ്ട്യം കാണിച്ചു, അവൻ ഇത്രയൊക്കെ പറഞ്ഞു, ദൈവദാസന്മാരെ അപമാനിച്ചു, പൗലോസിനെ അപമാനിച്ചു, അവനെ ഇനി ഇതിനുള്ളിൽ കയറ്റാൻ പറ്റത്തില്ല എന്നൊന്നും ഉള്ള നിലയിലേക്ക് അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു എക്സ്ട്രീമിലേക്ക് പോകരുത്. കാരണം ഇന്ന് ലോകത്ത് പിശാച് പയറ്റിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു തുറുപ്പുശീട്ട് പറയുന്നത് ക്ഷമിക്കാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുക. ഒരു വ്യക്തിയോട് ക്ഷമിക്കാതിരിക്കത്തക്കവണ്ണം നമ്മളെ ദുരഭിമാനമുള്ളവരാക്കി മാറ്റുക. ഒരു വ്യക്തിയോട് സോറിയെന്നോ അല്ലെങ്കിൽ അവനോട് ക്ഷമിച്ച് പോട്ടെ, അവൻ അന്നേരം ചെയ്തു, അവന് മാനസാന്തരപ്പെട്ടല്ലോ, ഇനി അതിനെപ്പറ്റി നമുക്ക് പറയണ്ട എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വരാതെ, ഒരാൾ ഒരു തെറ്റ് എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ആ വ്യക്തിയെ ക്രൂശിക്കാനും ഒറ്റപ്പെടുത്താനും തള്ളിക്കളയാനും ഉള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാവരുത്. ക്ഷമിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവരുത്. അപ്പൊ ഇവിടുത്തെ സൂത്രം എന്ന് പറയുന്നത്, ഇവിടുത്തെ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് പല തന്ത്രങ്ങളുണ്ട്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന തന്ത്രം ക്ഷമിക്കാതിരിക്കുന്ന നിലയിലേക്ക് നിങ്ങളെ കഠിനപ്പെടുത്തരുത്. ഹൃദയത്തിൽ ക്ഷമിക്കാതിരിക്കത്ത, അത് കുടുംബാംഗങ്ങളായിക്കോട്ടെ, നമുക്കറിയാം അടുത്തുള്ള വ്യക്തികൾ തമ്മിൽ ക്ഷമിക്കുന്നതിനായി ഇച്ചിരി പ്രയാസം കൂടുതൽ. എന്നാലും അവനറിയാമല്ലോ അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്നത് നമുക്കറിയാം. നമ്മളൊക്കെ അതിൽ ഇൻവോൾവ് ആവാറുണ്ട്. എന്നാൽ ഈ പറയുന്നതിനും പോകുന്നതിനും ഒക്കെയുള്ള ലിമിറ്റ് ഉണ്ട്. ആ വ്യക്തി മാനസാന്തരപ്പെടുകയും തിരികെ വരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും അത് പറഞ്ഞു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് എടുത്തു വെച്ചുകൊണ്ട്, അതിനെ പിന്നെയും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പുറത്ത് പറയില്ലെങ്കിൽ ഉള്ളിൽ അങ്ങനെ ഒരു ഭാവവും വെച്ച് ആ വ്യക്തിയോട് ഇടപെടാനും ആ വ്യക്തിക്ക് അത് ഹാനികരമായിട്ട്, നമുക്കും അത് ഹാനികരമായിട്ട് തീരാനും അത് ഇടയായിട്ട് തീരും. ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ നമ്മൾ ക്ഷമിക്കാതിരിക്കത്തക്കവണ്ണം പിശാച് പല വിശുദ്ധ കാരണങ്ങൾ, ചില വിശുദ്ധ കാരണങ്ങൾ തന്നെ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും. അവൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഒക്കെ പറഞ്ഞ് പല നിലകളിൽ ക്ഷമിക്കാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഈ 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അവന്റെ തന്ത്രങ്ങൾ എന്നുള്ളത് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അറിയാം. ഇതേ 2 കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ ഇനിയും പിശാചിനെ പറ്റി 1-2 സ്ഥലത്ത് 4-ാം അധ്യായം, അതിന്റെ 10-ാം അധ്യായം ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ് എഫേസ്യർ ലേഖനം 6-ാം അധ്യായം, അതിന്റെ 11-ാം വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം വാക്യം, 2-ാം അധ്യായം 11-ാം വാക്യം, അതുപോലെ 6-ാം അധ്യായം 11-ാം വാക്യം. അവിടെയും നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് അവന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. ഞാൻ 1-2 വീഡിയോ ഒക്കെ നമ്മുടെ അഡ്മിൻ ചാനലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ അത് നോക്കിക്കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഈ തന്ത്രങ്ങൾ എന്ന് പറയുമ്പം നമ്മളൊക്കെ പോരാട്ടമുള്ളത്, ഈ പോരാട്ടം, തന്ത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഗ്രീക്ക് വാക്കുകൾ എടുത്തിട്ട് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നൊരു ദൈവത്തിന്റെ ദാസൻ അത് പറയുന്നത് ആയിട്ടുള്ള ഒരു ഇതാണ് ഇടാനിടയായി തീർന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഈ പദങ്ങൾക്കൊക്കെ ഇത്രയും വലിയ അർത്ഥവ്യാപ്തി ഉണ്ടോ എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. ഇത്ര അധികം അർത്ഥവ്യാപ്തിയുള്ള പദങ്ങളാണോ ഈ പറയുന്നത്? കാരണം പിശാചിന്റെ തന്ത്രങ്ങൾ. അപ്പൊ പിശാച് എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ പറഞ്ഞ് ഇതാക്കുന്നത് നമ്മൾ വിചാരിക്കും. ഇപ്പൊ നമുക്കറിയാവില്ല, ശാസ്ത്രത്തിൽ അനേക കണ്ടുപിടുത്തങ്ങൾ ഉള്ളതുപോലെ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചു, ന്യൂട്ടൺ കണ്ടുപിടിച്ചു, ഇപ്പൊ പലരും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല ഇന്നവേഷൻസ് വന്നുകൊണ്ടിരിക്കുക. എന്നാൽ പിശാചിന്റെ രാജ്യത്തിൽ അങ്ങനെ ഇന്നവേഷൻസ് പറഞ്ഞാൽ എങ്ങനെ ഇരയെ പിടിക്കണമെന്നുള്ളതിന് ഇന്നവേഷൻസ് ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ അവൻ പണ്ട് ഉപയോഗിച്ച അതേ രീതി തന്നെയാണ് എടുത്തുപയോഗിക്കുന്നത് എന്നുള്ളതും നമുക്ക് നേരത്തെ പറഞ്ഞില്ല. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ 10-ാം അധ്യായം 11-ാം അധ്യായം സാത്താൻ ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം ഉപായത്താലാണ് ചതിക്കുന്നതെന്നും, ആ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് 1-2 വട്ടം പരീക്ഷിച്ച് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും എന്നുള്ള ഒരു നിലയ്ക്കല്ല അവൻ പലപ്പോഴും വരുന്നത്. വളരെ ലക്ഷ്യബോധത്തോടുകൂടെ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടിന് വേണ്ടി പിന്നെയും അഹോരാത്രം ആ പറഞ്ഞ കാര്യം, ചെയ്ത കാര്യം തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് പിശാചിനെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാലോ, പണ്ടുള്ള ഈ വലിയ കോട്ടകളൊക്കെ ഇടിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് വലിയ റോളറോ അതുപോലൊക്കെ ഉള്ളതിൽ വലിയ മരത്തടി പോലുള്ള വലിയ ഇരുമ്പോ അതുപോലുള്ള തടി പോലുള്ള വലിയ ഭാരമേറിയ സാധനങ്ങൾ കൊണ്ടുവച്ച് ഈ കോട്ട മതിലിലുള്ള ഈ വാതിലയിൽ ഇങ്ങനെ താമ്ര കഥകളിലൊക്കെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും.
ഒരിടി കൊണ്ടോ രണ്ടിടി കൊണ്ടോ ഒന്നും പോകത്തില്ല. ചിലപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ഇതിൽ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് അവസാനം ഒരു സുപ്രഭാതത്തിൽ ഈ വാതില് ഇടിഞ്ഞു വീഴും. അപ്പൊ ഈ ഡയോബിളോസ് അല്ലെങ്കിൽ ഡെവിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തെ ആ ദൈവദാസൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വളരെ അതിശയകരമായിട്ട് തോന്നും. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്ര ലേറ്റ് ആയാലും, എത്ര നാണം കെട്ടാലും, അതേ നമ്മൾ വിചാരിക്കും പോ ദുഷ്ടപിശാചി എന്ന് പറഞ്ഞപ്പോ അവൻ അതിനെ പോയെന്നാ വിചാരിക്കുന്നത്. അവനൊന്നും പോയിട്ടൊന്നുമില്ല. അവൻ അവന്റെ ആ ലക്ഷ്യത്തിൽ എത്താനായിട്ട് എത്ര പരിശ്രമിച്ച്, എത്ര അവൻ അതിനുവേണ്ടി പോരാടിക്കൊണ്ട് നിൽക്കുന്നവനാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വാക്കാണ് ഈ ഡബിൾ എന്ന് പറയുന്നത്, ഈ പിശാചെന്ന് പറയുന്ന വാക്ക് തന്നെ. അപ്പം അവന്റെ സ്കീംസ്, അവന്റെ പല പല പരിപാടികൾ. അപ്പൊ 7 നിലയിലുള്ള ആ സർവായുധ വർഗങ്ങളുടെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു സമയത്ത് ചിന്തിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെയുള്ള പല അവന്റെ തന്ത്രങ്ങളും അവൻ പയറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ ഭാഗത്ത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. നമുക്ക് ഈ സർവായുധ വർഗം ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാകും. പലപ്പോഴും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് നമ്മൾ തുടർന്ന് വായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണെന്നും, എന്ന് മാത്രമല്ല ദൈവത്തിന്റെ നീതിയിലും ദൈവത്തിന്റെ കൃപയിലും ആശ്രയിക്കേണ്ടതിന് പകരം ഓരോ നിമിഷവും നമ്മൾക്ക് ഈ ലോകത്തുണ്ടാകുന്ന ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത് അത് നമ്മളിൽ ആശ്രയിക്കാനും നമ്മുടെ നീതിയിൽ ആശ്രയിക്കാനുള്ള ഒരു പോരാട്ടമാണ് പലപ്പോഴും നമുക്കുണ്ടാകും. അങ്ങനെയുള്ള ഒരു യുദ്ധമാണ് നമുക്കുണ്ടാവുന്നത്. വിശ്വാസത്തിന്റെ പോരാട്ടം എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, ഐ ടോക്ക് ബാക്ക് ടു ദ ഡെവിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ കർത്താവിന്റെ ദാസൻ A.W. ടോസർ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പലപ്പോഴും കർത്താവിന്റെ നീതിയിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയാതെ വണ്ണം അവൻ പല നിലകളിലുള്ള പോഷ്ക്ക് പറയുകയും നമ്മുടെ ക്ഷമിച്ച പാപങ്ങളിൽ ക്ഷമിച്ചിട്ടില്ല എന്നും, ഇന്നും നമ്മളെ ദൈവം സ്നേഹിക്കുന്നില്ലെന്നും, ഇന്നും നമ്മളെ ദൈവം വെറുക്കുകയാണെന്നും നമുക്ക് തോന്നത്തക്കവണ്ണമുള്ള നിലവാരത്തിലേക്കും ചിന്താഗതിയിലേക്കും നമ്മളെ മാറ്റിക്കളയുന്ന, നമുക്കറിയാം പല ആൾക്കാരെ പല നിലകളിലുള്ള ചിന്താഗതികള് അവരെ കീഴടക്കി അപകർഷതാബോധം, നമ്മൾ ഇതിനു മുന്നേ അപകർഷതാബോധം, കുറ്റബോധം, അത് തുടർന്ന് അവന്റെ ഉള്ളിൽ പിശാച് കയറി വസിക്കുന്ന അനുഭവങ്ങൾ ഒക്കെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള ഒരു ബോണ്ടേജിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം അവന് പല ഈ നിലയിലുള്ള ചില തന്ത്രങ്ങൾ അവൻ എപ്പോഴും ഉപയോഗിക്കുക. പ്രിയപ്പെട്ട, യേശുവാണ് എന്റെ നീതി, യേശുവാണ് എന്റെ ജ്ഞാനം, യേശുവാണ് എന്റെ വീണ്ടെടുപ്പ്, എനിക്ക് എന്നിലൊന്നും പുകഴാനില്ല, എന്നിലൊന്നും പ്രശംസിക്കാനില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ധരിക്കുന്നവർക്ക് പോലും, അല്ലെങ്കിൽ ആ നിലയിൽ നമ്മൾ നിൽക്കുകയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ നിലയിൽ നിന്ന് നമ്മളെ മറിച്ചിട്ടിട്ട് അല്പമെങ്കിലും നമ്മുടെ നീതിയിലും നമ്മുടെ പ്രവൃത്തിയിലും നമുക്കുള്ള എന്തെങ്കിലും നന്മയായ കാര്യങ്ങളിൽ ആശ്രയിക്കാനും അതും ഒരുപക്ഷെ ഉപകാരത്തിലേക്ക് വന്നേക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു പോരാട്ടമാണ് പലപ്പോഴും. നമുക്കറിയാം, അടുത്ത ആഴ്ച നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കാം. ഇത് വായിക്കുമ്പം ഈ സർവായുധ വർഗം എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, നീതി എന്ന കവചം അല്ലെങ്കിൽ രക്ഷ എന്ന ശിരസ്ത്രം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു കാര്യം കാണാനായിട്ട് കഴിയും. അവന്റെ റൈച്ചസ്നെസ്, കർത്താവിന്റെ ആ നീതിയിൽ നമ്മൾ ആശ്രയിക്കാതെ സ്വയനീതിയിൽ ആശ്രയിക്കാനുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, 2 കൊരിന്ത്യർ ലേഖനത്തിലെ ആ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 10-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഇവിടെ പല സഹോദരങ്ങൾ പറഞ്ഞു. അത് നമുക്ക് ഒന്നും കൂടെ 10-ാം അധ്യായത്തില് അതിന്റെ 3-ാം വാക്യം മുതൽ, എങ്കിലും ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുക. നമുക്കറിയാം, അതിന്റെ 11-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്ത്യർ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ 2 പ്രാവശ്യം അത് നമ്മൾ ചിന്തിച്ചതാണ്. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്
ആ ജൂഡൈസേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാര് എത്രയൊക്കെ പൗലോസ് അവരെ ശാസിക്കേണ്ടി വന്നിട്ട് പോലും നമുക്കറിയാം, ഇവിടെ പറയപ്പെട്ടിട്ടുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഫസോസിൽ ഇരിക്കുമ്പോൾ ഒരിക്കൽ ആ പൗലോസ് അവിടെ വന്നിട്ട് പോയി. അത് ആ യാത്രാ വിവരണത്തെ പറ്റി നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ചില ഹിൻസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഇതിനു മുന്നേ വന്നപ്പം അവിടെ വന്നിട്ട് ദുഃഖിച്ചു പോയതുപോലെ ഇനിയും പോകാനായിട്ട് ഇടവരരുത്. അപ്പൊ ഒന്നുവരുന്ന ലേഖനം എഴുതിയതിനു ശേഷം അതിനുശേഷം പൗലോസ് അവിടെ പോയി എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നുള്ളൂ. കാരണം ആദ്യം കൊരിന്തിൽ പോയ സമയത്ത് അങ്ങനെ ദുഃഖിച്ചു പോകേണ്ട അവസരമൊന്നും ഉണ്ടായില്ല എന്നും ഏകദേശം 1.5 വർഷത്തോളം അവിടെ താമസിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതല്ലാതെ ദുഃഖിച്ചു പോകേണ്ട ഒരു സന്ദർഭം ഏതായിരുന്നു? അപ്പം അവിടെ എഫസോസിൽ 3 വർഷം താമസിക്കുന്ന സമയത്ത് തന്നെ ഇടയിൽ ഒരു പ്രാവശ്യം പൗലോസ് അവിടെ വന്നിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതിന് ഏകദേശം വിശ്വസ്തമായിട്ടുള്ള ഒരു അത് വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് കാണാം. അന്ന് അവിടെ ചെന്നപ്പോൾ പല ആൾക്കാരും പൗലോസിനോട് മുഖാമുഖം എതിർത്ത് നിൽക്കുകയും പൗലോസിനെ ധിക്കരിക്കുകയും ഒക്കെ ചെയ്തതായ അനുഭവങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, പല വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്തരം ആൾക്കാര് പിന്നെയും അവര് ചില ആൾക്കാരെ പൗലോസ് അവരോട് സുവിശേഷം അറിയിച്ചിട്ട് പോയതിനു ശേഷം അപ്പോസ്തലന്മാരെന്നും പ്രത്യേക ചില കാഴ്ചപ്പാടുള്ള വ്യക്തികളാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നുഴഞ്ഞു കയറിയിട്ടുള്ള ആൾക്കാര് ഇഷ്ടം പോലെ അവരുടെ പണം അപഹരിക്കുന്നു. അതുപോലെ ശരിയായ നിലയ്ക്ക് ദൈവത്തിനാമ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട അവരുടെ ഭൗതിക സമ്പത്തൊക്കെ അവര് കവർച്ച ചെയ്യാനായിട്ട് അത് ലഭിക്കാനായിട്ട് പല നിലകളിലുള്ള തന്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമുക്ക് 2 കൊരിന്ത്യർ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പൊ അതിനെ തുടർന്നാണ് നമുക്ക് 11-ാം അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെയുള്ള കള്ള അപ്പോസ്തലന്മാർ സാത്താൻ താനും വിളിച്ച വേഷം കെട്ടുന്നുവല്ലോ എന്നൊക്കെ നമ്മൾ തുടർന്നുള്ള അധ്യായം 12 നമ്മൾ വായിക്കുന്നത്. സാത്താൻ താനും എവിടെയാ അത്? 11 അവിടെ നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുന്നത് സാത്താൻ താനും വിളിച്ച ദൂതന്റെ 11:14 സാത്താൻ താനും വിളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പം ആരെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത് എന്ന് പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യങ്ങൾ ഇപ്പൊ കോട്ട് ചെയ്യാനായിട്ട് ഇടയായിട്ട് തരുന്നത്. അപ്പം സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചത് എങ്ങനെയാണ്? എപ്പോഴും ഞാനിവിടെ പറയുന്നതിന് എനിക്ക് ഒരു വട്ടം കൂടെ പറയുന്നതിന് ഒരു വിഷമവും. സാത്താൻ ഹവ്വയെ ഉപായത്താൽ ചതിച്ചത് അത് ഇന്നും ചതിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ 4 പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ സാത്താൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കൂടിയിരിക്കുന്ന നമ്മളിൽ ആരുടെയെങ്കിലും, എന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഹൃദയത്തിൽ ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആള് ഞാനാണ്, എനിക്കാണ് കുറച്ചുകൂടെ പ്രാധാന്യവും കുറച്ചുകൂടെ പ്രാമുഖ്യവും ഒക്കെ ലഭിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു നിലയിൽ ചിന്തിക്കുകയും നീ ഒരു സാധാരണക്കാരൊന്നും അല്ല, നിനക്ക് വേണ്ട പരിഗണനയൊന്നും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരു നിലയിൽ ഒരു സെൽഫ് പിറ്റി ആ വ്യക്തിയിൽ ക്രിയേറ്റ് ചെയ്യുകയും അത് ഒറ്റ ഒരടിക്കല്ല അത് ഉണ്ടാവുന്നത്. അതങ്ങനെ ഒരു ആദ്യം ഒരു ഫീലിംഗ് ഒരുപക്ഷെ എന്റെ മനസ്സിൽ വരും, വന്നു കഴിഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല, അവരൊന്നും അങ്ങനെയുള്ളവരൊന്നും അല്ല, നല്ല സഹോദരങ്ങളാ എന്ന് പറയും. പിന്നെയും അതുപോലെ ഞാൻ വീക്കായിരിക്കുന്ന ഒരു അവസരത്തിൽ പിന്നെയും ഈ ഫീലിംഗ് കൊണ്ടുവരും. അങ്ങനെ ഈ ഫീലിംഗ് വരുന്നതിനൊന്നും കയ്യും കണക്കൊന്നും ഇല്ല. നമുക്കറിയാമല്ലോ, പല പ്രാവശ്യം ഇതേ മനോഭാവം തുടർമാനമായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അവസാനം ആ വ്യക്തി വളരെ സ്പിരിച്വലി ഇമ്മ്യൂണി അല്ലെങ്കിൽ സ്പിരിച്വലി ഇമ്മ്യൂൺ അല്ലാതിരിക്കുമ്പോൾ വീക്കായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ വൈറസ് കയറി അവനെ പിടിക്കുക, ഈ ഒരു ചിന്താഗതി. നമുക്കറിയാം ഹവ്വയെ ഉപായത്താൽ ചതിച്ചത് എങ്ങനെയാ? ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് സംശയമുണ്ടാക്കി അവളുടെ കൂട്ടാളിയായിട്ടുള്ള ആദാമിൽ നിന്ന് അവളെ അകറ്റി എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് അവൾ ഒറ്റയ്ക്കായിരുന്നു എന്നാ വായിക്കുന്നത്. നമ്മൾ ചിലരോട് പറയാറില്ലേ, നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോകരുത് ബ്രദറെ, സംസാരിച്ച് പോയാൽ കുടുങ്ങും. എന്നാൽ ചിലർക്ക് അങ്ങനൊന്നും അല്ല, ഞാൻ സംസാരിക്കാൻ പോയാൽ എങ്ങനെയാ കുടുങ്ങുന്നത്? ബ്രദറിന് മാത്രമേ സംസാരിക്കാൻ അറിയത്തുള്ളൂ, എനിക്കും അറിയാം വചനം, എനിക്കും അറിയാം ഇതൊക്കെ, ബ്രദർ എന്താ ഈ പറയുന്നത് എന്നൊക്കെ വെച്ച് നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ പോയി കുടുങ്ങുന്ന ചില സഹോദരങ്ങളെ നമുക്കറിയാം. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ആ ദൈവവചനത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ പറയുന്നതിനൊക്കെ വ്യക്തിപരമായിട്ട് ഉത്തരം പറയാനോ എല്ലാവർക്കും എല്ലാ സമയത്തും എപ്പോഴും കഴിയത്തില്ല. അത് എനിക്കും കഴിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും കഴിയത്തില്ല. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഓരോ ഏരിയകളിൽ നമ്മളെല്ലാം സ്ട്രോങ് ആണ്. അതേസമയം നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം ഇല്ലാത്ത ചില വീക്ക്നെസ്സും ഉണ്ട്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആയിരിക്കും, അത് ചിലപ്പോൾ ഡോക്ടർ ജോസ് ആ സ്ഥാനത്ത് കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം സ്ട്രോങ് ആയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ വീക്കായിരിക്കും. അപ്പൊ അങ്ങനെയാ ദൈവം ഒരു കോംപ്ലിമെന്ററി ആയിട്ട് പരസ്പര പൂരകമായിട്ട് ദൈവം തന്നെ സഭയെ പണിയുന്നത്. അല്ലാതെ എല്ലാ സ്ട്രെങ്തും കൂടെ ഒരു വ്യക്തിയിൽ തന്നെ ദൈവം കൊടുക്കുകയല്ല ചെയ്യുന്നത്.
അപ്പൊ ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയാതെ ആ പല അവസരങ്ങളിലും നമ്മുടെ സെൽഫ് ഇമ്പോർട്ടൻസിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് പിശാച് പ്രവർത്തിക്കുന്നത് അടിസ്ഥാനപരമായിട്ട്. അത് ഏദൻ തോട്ടത്തിലും അതാ പ്രവർത്തിച്ചത്. ഇന്ന് നമ്മുടെ സഭകളിലും നമ്മുടെ കൂട്ടായ്മകളിലും ഒക്കെ പ്രവർത്തിക്കുന്നതും നമ്മുടെ സെൽഫ് ഇമ്പോർട്ടൻസ് റൈസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ സെൽഫ് ഇമ്പോർട്ടൻസ്, നമ്മുടെ സ്വയം പ്രാധാന്യം. നമുക്കറിയാം, അതിനാണ് ഞാൻ പലപ്പോഴും കാക്കയുടെ ഉദാഹരണം ഇവിടെ പറയുന്നത്. കാക്കയുടെ വായിൽ നെയ്യപ്പം എടുക്കാൻ വേണ്ടി പിന്നെ കുറുക്കൻ പറഞ്ഞ കഥയാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. അത് നമുക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു വട്ടം കൂടെ ആ കഥ പറയുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ നെയ്യപ്പം താഴെ വീഴുന്നത് വരെ കാക്കയുടെ പാട്ട് നല്ല പാട്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിന്റെ പാട്ടിന്, നിന്റെ പാട്ടും വേണ്ട കൂത്തും വേണ്ട എന്ന് പറഞ്ഞ് കുറുക്കൻ നെയ്യപ്പം എടുത്തുകൊണ്ട് ഓടിയതുപോലെ പലപ്പോഴും നമ്മളെ വലിയ പ്രാധാന്യമുള്ളവരാക്കി മാറ്റുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് 99% ഉറപ്പ് നമുക്ക് പറയാം, അത് നമ്മുടെ സ്വയത്തിൽ നിന്നാ വരുന്നേ, അത് പിശാചിൽ നിന്നാ വരുന്നേ. കാരണം ദൈവം നമുക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ വായിക്കുകയായിരുന്നു, എസെക്കിയേൽ പ്രവചനം വായിക്കുമ്പം മറ്റു പല ദൈവവചന ഭാഗങ്ങളും നമുക്കറിയാം, ദൈവം ഇപ്രകാരമാണ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും തന്റെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നത്, അല്ലാതെ നമ്മുടെ സെൽഫ് ഇമ്പോർട്ടൻസ് അല്ല. മോനെ, നീ വലിയ ഇമ്പോർട്ടന്റ് ആളാണ്, നീ പോയാൽ എന്റെ രാജ്യം തന്നെ പോയി പോകും, അതുകൊണ്ട് നീ സാധാരണ ആളല്ല, നീ ഒരു സംഭവമാണ്, നീ അങ്ങനല്ല ഇങ്ങനെയല്ല. ഇങ്ങനെയാണോ ദൈവം സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും, അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിലും, അത് എത്ര വിശുദ്ധനായിക്കൊള്ളട്ടെ, ആ വ്യക്തി അപ്പൊ തന്നെ തിരിച്ചറിയണം അത് പിശാചിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമാണ്. ഒരുപക്ഷെ നാളെ നമ്മൾ ഇതേപോലത്തെ ശബ്ദങ്ങൾക്ക് സസെപ്റ്റിബിൾ ആയേക്കാം, നമ്മൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേട്ടേക്കാം. സസെപ്റ്റിബിൾ ആവുമെന്ന് ഞാൻ പറയുന്നില്ല, കേട്ടേക്കാം. നമ്മൾ കേൾക്കുന്നുണ്ട്, ദൈനംദിനം അത് കേൾക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലാകട്ടെ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലുള്ള ഒരു ഡിസെൻഷന്റേതായിട്ടുള്ള ഭാവം കൊണ്ടുവന്ന് വിതച്ച് അത് നമ്മുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വേലയെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയെ, കുടുംബത്തിൽ ഐക്യതയെ ഒക്കെ തകർക്കാനും പിശാചിന്റെ ഇതുപോലുള്ള ശ്രമങ്ങള് കാരണമായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ സ്ട്രാറ്റജി ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. അത് ഞാൻ പറയുന്ന ഡയലോഗല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ചില ദൈവദാസന്മാര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പിശാച് അവന്റെ തന്ത്രങ്ങളൊന്നും അങ്ങനെ വലിയ പുതിയ തന്ത്രങ്ങളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, പഴയ തന്ത്രങ്ങൾ തന്നെയാണ് പലതും ഉപയോഗിക്കുന്നത്. അത് ഈ നിലയിൽ ആദാമിനും ഹവ്വയിലും പരീക്ഷിച്ച്, സമയങ്ങൾ വെച്ച് പരീക്ഷിച്ച്, ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത സംഗതികളാണ് അവൻ ഇന്നും പരീക്ഷിച്ച് വിജയിക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പം, ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഇപ്പൊ ഞാനൊരു കല്യാണ ഉറപ്പിന് ഞാൻ പോയിട്ട് വരികയാണ്. എന്റെയും ജോസഫ് ഡോക്ടറുടെ ഒക്കെ പരിചയത്തിലുള്ള വേറൊരാളാണ്, ബാംഗ്ലൂർ താമസിക്കുന്നത്, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾ പഴയ കാലത്ത് ഞങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള സമയത്തുള്ള ആൾക്കാരെ മുഴുവൻ കണ്ട് അവരെല്ലാം ഇങ്ങനെ പരിചയപ്പെട്ട് സന്തോഷമായിട്ട് പണ്ടത്തെ കഥയൊക്കെ കുറച്ച് ഒക്കെ ഇരുന്ന് പറഞ്ഞ് ഒക്കെ ഇപ്പൊ ഇങ്ങ് വന്നതേ ഉള്ളൂ അവിടെ പോയിട്ട്. അതുകൊണ്ട് ഇന്ന് പകലൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. അത് ഇന്നലെ പിന്നെ ഞാൻ നോക്കി ഇരുന്ന് ചില വാക്യങ്ങൾ കുത്തിക്കുറിച്ചതായിരുന്നു ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്രയോ നാളുകളായിട്ട് നമ്മള് മനസ്സിലാക്കി, അവന്റെ തന്ത്രങ്ങൾ അവൻ മാറ്റിയിട്ടില്ല. പലരുടെ അനുഭവം കേൾക്കുമ്പോൾ, പല പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ, പലരെയും വളരെ വളരെ വല്ലാത്ത നിലയിൽ പിശാച് ഡിസീവ് ചെയ്ത് കേൾക്കുമ്പോൾ ഐസൊലേറ്റ് ചെയ്യുക, നമ്മുടെ സെൽഫ് ഇമ്പോർട്ടൻസ് കാണിച്ച് നമ്മളെ ഐസൊലേറ്റ് ചെയ്യുക, നമ്മളെ ആക്രമിക്കുക, ഒറ്റപ്പെടുത്തുക. പിശാചിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ലേ? നമുക്കറിയാം, നിശ്ചയമായി നമ്മൾ കേൾക്കുന്നു. ഓരോ നിമിഷവും പലപ്പോഴും നമ്മളിത് കേൾക്കുന്നുണ്ട്. എന്നാൽ ആ നിലയിൽ ഇതായി പോകുമ്പോഴാണ് പലപ്പോഴും അത് തകർച്ചയിലേക്കും, ദൈവവേലയുടെ തകർച്ചയിലേക്ക്, കൂട്ടായ്മയുടെ തകർച്ചയിലേക്കും ഒക്കെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യമാണ്, പിശാചിന്റെ തന്ത്രങ്ങളെ ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നമ്മുടെ മനസ്സ്, ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയാം. അപ്പൊ ഞങ്ങളിപ്പോ ഒരു അതാ പറഞ്ഞ കല്യാണ നിശ്ചയത്തിന് പോയിട്ട് വരിക. അപ്പം കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് ഒരു സർപ്രൈസ് ഇതായിപ്പോയി. നമ്മുടെ പോളർക്കി പാസ്റ്ററുടെ ഇതിന് പോയപ്പോ, ബർത്ത്ഡേക്ക് പോയപ്പോ, അന്നേരം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നില്ല ഞാനാ പ്രസംഗിക്കേണ്ടിയെന്ന്. എന്നാൽ അവിടെ അനൗൺസ് ചെയ്ത് ജയ്ദീപ് ബ്രദറാ പ്രസംഗിക്കാൻ പോകുന്നത്, പുള്ളി ലേറ്റ് ആയി. അങ്ങനെ ഞാനൊരു പകുതി സമയമായപ്പോഴേ എത്തുന്നത്. കാരണം നമ്മുടെ ഇവിടുത്തെ പ്രസംഗം കസർത്തും കഴിഞ്ഞ് 7 മണിക്കാണല്ലോ ഇവിടുന്ന് പോയത്. അവിടെ ചെന്നപ്പോ 7:30, 7:45 അപ്പൊ എല്ലാരും സ്റ്റേജിൽ ഇങ്ങനെ കാത്തിരിക്കും, ഇപ്പൊ തന്നെ ജയ്ദീപ് ബ്രദർ വരും എന്ന് പറഞ്ഞ് നേരെ കയറി സ്റ്റേജിൽ കയറി പ്രസംഗിക്കേണ്ട ഒരവസ്ഥയാ വന്നത്. അപ്പൊ ഇന്നും ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അന്ന് എനിക്ക് സമയക്കുറവ് മൂലം പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ തന്നെ ഇവിടെ പറയുന്നത് പോലൊരു കാര്യം ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിക്കുകയായിരുന്നു. കാരണം ഈ വിവാഹം നിശ്ചയം കഴിക്കപ്പെട്ട ഒരു കന്യകയുടെ അനുഭവമാണ്
ഈ വിവാഹ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സമയം. അതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുന്നേ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം അവനെ കണ്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, കാണാതെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു എന്ന് പത്രോസ്ലീഹ പറയുന്ന പോലെ, ആ കർത്താവിനോടുള്ള സ്നേഹവും പ്രതീക്ഷയും പ്രേമവും എല്ലാം വർദ്ധിച്ച് നിൽക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ഏകാഗ്രത വിട്ട് തെറ്റിപ്പോകാൻ, ക്രിസ്തുവിനുള്ള ഏകാഗ്രത വിട്ട് തെറ്റിപ്പോകാൻ, വിവാഹത്തിന് മുന്നേ കഴിക്കാൻ പോകുന്ന കന്യകയുടെ മനസ്സ് ഏകാഗ്രത വിട്ട് തെറ്റിപ്പോയാൽ പിന്നെ അവൾ കല്യാണം കഴിക്കേണ്ട ആവശ്യം എന്താ, അവൾ വിവാഹം കഴിക്കേണ്ട ആവശ്യം എന്താ എന്ന് പറയുന്നത് പോലെയാ കർത്താവിനെ വിട്ട് നമ്മുടെ മനസ്സ് ഏകാഗ്രത തെറ്റിപ്പോയാൽ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ഭവിഷ്യത്തുകൾ. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുക, അങ്ങനെ ഉള്ള ഒരു നിലയിൽ ഏകാഗ്രമായിട്ടാണ് നിങ്ങളുടെ ഹൃദയം ഇരിക്കേണ്ടത് എന്ന് പറയുക. നമുക്കറിയാമല്ലോ, വേറൊരു ഭാഗം നമുക്ക് അറിയാവുന്നതും വിതയ്ക്കുന്നവന്റെ ഉപമയാ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിതയ്ക്കുന്നവന്റെ ഉപമ ലൂക്കോസിലെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വചനം ഹൃദയത്തിൽ വീഴാതെ തടയുക എന്നുള്ള ഒരു നിലയിലാണ് അവിടെ പ്രതികരിക്കുന്നത്. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 4:4 വായിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു, ക്രിസ്തുവിന്റെ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അത് ഒന്ന് വായിച്ചു. 10-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ പഠിച്ചത്, അവിടെ വായിച്ചത്, ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നമുക്കറിയാം, നമ്മൾ ചില അവസരങ്ങളിൽ അത്ഭുതപ്പെട്ടു, ഈ സുവിശേഷമൊക്കെ ഇത്ര വാക്യം പ്രതിവാക്യമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞിട്ട് ആൾക്കാർക്ക് എന്താ ഈ മനസ്സിലാകാത്ത? ഇത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാ? കാരണം ചില മനസ്സുകളിൽ പിശാച് ചെയ്യുന്നത്, അവൻ എന്തെങ്കിലും പറയട്ടെ, അവൻ പാട്ടിന് പോട്ടെ, നീ നിന്റെ പണി നോക്ക് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ സുവിശേഷത്തോടൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത്, ഈ സുവിശേഷത്തോടൊരു പ്രതിരോധം അവർ ഡെവലപ്പ് ചെയ്തു. ഏത് നിലയിൽ? പല നിലകളിലുള്ള സത്യത്തെ അടിസ്ഥാനപ്പെടുത്താത്ത നിലയിലുള്ള ഫാൾസ് ആർഗ്യുമെന്റ്സും കൂടെ അതിന്റെ കൂട്ടത്തിലുണ്ട്. സുവിശേഷത്തിന്റെ സത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ സുവിശേഷത്തിന്റെ സത്യത്തെ അംഗീകരിക്കാതിരിക്കാൻ തക്കവണ്ണം അവർക്ക് ന്യായമായ ചില കാരണങ്ങളെന്ന് തോന്നാൻ തക്കവണ്ണമുള്ള ചില ആർഗ്യുമെന്റ്സും കൂടെ അതിന്റെ കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലുള്ള ഒരു സ്ട്രോങ് ഹോൾഡിന്റെ ഉള്ളിലാണ് അവർ ഇരിക്കുന്നത്. അതൊരു ഇൻഫ്ലുവൻസ് അല്ല. നമുക്കറിയാം, ചില പുസ്തകങ്ങൾ വായിച്ചുള്ള നമ്മൾ കണ്ടി, പിശാചിന്റെ ഇൻഫ്ലുവൻസ് അല്ല, ഇൻഫ്ലുവൻസ് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ആ ഇൻഫ്ലുവൻസ് മാറിയിട്ട് ഒരു വ്യക്തിയിൽ പൂർണ്ണമായിട്ട് അവന്റെ അധികാരം സ്ഥാപിക്കുകയും, അവൻ അവിടെ ഇരുന്നുകൊണ്ടൊരു അവനൊരു ടവർ സ്ഥാപിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഓപ്പറേഷൻസ് തുടങ്ങുന്ന ഒരു നിലയിൽ. കാരണം പൈശാചികമായിട്ടുള്ള പല ബോഷ്കുകള്, തെറ്റിദ്ധാരണകള്, സുവിശേഷത്തെ വെളിച്ചം ഒരിക്കലും ഹൃദയത്തിലേക്ക് കടന്നു വരാതെ വണ്ണമുള്ള വെറുപ്പുകള്, മുൻധാരണകൾ, പ്രിജുഡൈസസ് ഒക്കെ ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കൊണ്ട് വെച്ചിട്ട് സുവിശേഷത്തോട് ഒരിക്കലും കീഴടങ്ങാൻ കഴിയാത്ത നിലയിൽ അവന്റെ ഹൃദയത്തെ ആക്കി തീർക്കുകയാണ്. നമുക്ക് എന്തെല്ലാം തെറ്റിദ്ധാരണയാ. ഇപ്പൊ ഞാൻ തന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് ആദ്യം കടന്നിരുന്നത് ഒരു തെറ്റിദ്ധാരണ നിമിത്തമാണ്. ഇവിടെ മതം മാറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ കയറി ചെല്ലുന്നത്. അതുപോലുള്ള എത്രയോ പേര് അതിനേക്കാൾ എത്രയോ മോശപ്പെട്ട നിലയിൽ തെറ്റിദ്ധരിക്കുകയും ഇന്നും അങ്ങനെ ധരിക്കുകയും ചെയ്തു പോകുന്ന എത്രയോ പേരുണ്ട്. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ പോലും ഇപ്പൊ പ്രസംഗിക്കുമ്പോഴൊക്കെ അത്തരം ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് നമുക്ക് കാണാൻ കഴിയും. അപ്പം വെറും ചിന്തയല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ വിശ്വസിച്ചോ എന്ന് പറയുന്നതല്ല. ഈ സുവിശേഷത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല, ഇത് സത്യമല്ല, കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ മരിച്ചിട്ടില്ല, ഈ സുവിശേഷം കൊണ്ട് ഒരു വ്യക്തിക്ക് വിടുതൽ ഉണ്ടാവത്തില്ല എന്ന് അവനെ കൺവിൻസ് ചെയ്യുന്ന നിലയിലുള്ള ചില എക്സ്ട്രാ ആർഗ്യുമെന്റ്സും കൂടെ ഒരു സ്ട്രോങ് ഹോൾഡ് എങ്ങനെയാണ്, ഒരു കോട്ട എങ്ങനെയാ കെട്ടിയിട്ട് ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നത്, ഈ നിലയിലാ ഈ സുവിശേഷത്തെ തള്ളിക്കളയുന്ന നിലയിലേക്ക് ഹൃദയമായി തീരുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, വിതയ്ക്കുന്നവന്റെ ഉപമയെ വായിക്കുന്നത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജസ് ആ. വചനം കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ വചനം ഇരിക്കാതെ വണ്ണം. ഈ പോരാട്ടം നമുക്കെല്ലാം നടക്കുന്നില്ലേ? തന്ത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ശരിയാ. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ എല്ലാ പരിപാടി നടക്കുമ്പോഴും ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ട്. എല്ലാ പരിപാടി നടക്കുമ്പോൾ കൂട്ടത്തിലുണ്ടെങ്കിലും
ഇന്ന് രാവിലെ എന്താ നമ്മൾ ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. ഇന്നലെ എന്തുവായിരുന്നു ഉപദേശി പ്രസംഗിച്ചത്? അറിയത്തില്ല. എല്ലാ കാര്യത്തിലും കൂട്ടത്തിലും ഉണ്ട്. എന്നാൽ ചേമ്പലപ്പുറത്ത് വെള്ളം വീഴുന്ന പോലെ ഇതിങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ട് ചേമ്പലയിൽ എന്തായാലും അത് പിടിക്കുന്നില്ല. ഈ നിലയിൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ആത്മീയമായിട്ടുള്ള പോഷകങ്ങൾ, ആത്മീയമായിട്ടുള്ള വൈറ്റമിൻസ് നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ വണ്ണം വചനത്തിന്റെ കേൾവി കൊണ്ട് ഒരു മാനസാന്തരമോ ഒരു ആത്മീയ വളർച്ചയോ ആത്മീയമായ ഒരു വ്യതിയാനമോ നമുക്ക് ഉണ്ടാകാൻ കഴിയാതെ വണ്ണം പിശാച് നമ്മളെ ബന്ധിച്ച് വെക്കുന്ന ഒരു അനുഭവം. നമുക്കിത് തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ 3 ആഴ്ച പൗലോസ്ലീഹ അവിടെ നിന്നിട്ട് അതിനുശേഷം പോകുന്ന ഒരു സഭയാണ് എന്ന് നമുക്ക് ഏകദേശം നമുക്ക് സാഹചര്യ തെളിവുകൾ വെച്ച് മനസ്സിലാക്കാം. 3-ാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരീക്ഷകൻ പരീക്ഷിച്ചുവോ എന്ന് ഞാൻ ഭയപ്പെട്ടു, എന്നാൽ ഞാൻ ഭയപ്പെട്ടത് തന്നെ നിങ്ങൾക്ക് ഭവിച്ചു, എങ്കിലും നിങ്ങൾ അതിലൊക്കെ നിലനിന്നു എന്നാ പറയുന്നു. അപ്പം പൗലോസ് ഏകദേശം ഭയപ്പെട്ടിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. എന്നാൽ അവിടെ വായിക്കും 3-ാം അധ്യായം 1-ാം വാക്യം, ആകയാൽ സഹിച്ചുകൂടാതെ ഞങ്ങൾ അഥേനയിൽ ഇരിക്കേണ്ടി വന്നാലും പോകേണ്ട കഷ്ടങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് 5-ാം വാക്യം, അത് സഹിച്ചുകൂടാതെ ഒരു പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ എന്ന് ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയിക്കേണ്ടതിന് ആളയച്ചു. ഇപ്പോഴോ തിമത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിക്കുന്നതുകൊണ്ട് ഞങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നും ഞങ്ങൾക്ക് വർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. അപ്പോൾ അവന്റെ പശാചിന്റെ ഒരു മെത്തേഡ്, ദൈവകൃപയിലേക്ക് ഒരു വ്യക്തി വരിക, അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിച്ച് സന്തോഷത്തോടെ വരിക. നമ്മൾ ഈ വായിക്കുന്ന പോലെ പാറസ്ഥലങ്ങളിലുള്ള വിത്തെന്ന് പറയുന്നത് പോലെ വചനം നിമിത്തം ഉപദ്രവമോ കഷ്ടമോ സങ്കടമോ ഉണ്ടായാൽ ഉടനെ അവർ ആ പാറപ്പുറത്തായിരിക്കുന്നതുകൊണ്ട് വേര് ആഴത്തിലേക്ക് പോയിട്ടില്ലാത്തത് കൊണ്ട് ക്ഷണികന്മാരാകിയാൽ പെട്ടെന്ന് അത് ഉണങ്ങിപ്പോകുന്നു എന്ന് നമ്മൾ വായിക്കും. എത്രയോ പ്രിയപ്പെട്ടവരെ നമുക്കറിയാമല്ലോ, വളരെ വിശ്വാസത്തിൽ ആവേശത്തോടെ കാലെടുത്ത് വെച്ചിട്ടുള്ള എത്രയോ പേരെ പിശാച് ഇതുപോലുള്ള ഭയപ്പെടുത്തലുകൾ കൊണ്ട് പിന്മാറ്റത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പം പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അനുഭവം ദൈവം വരുത്തുകയല്ല, അത് വേറൊരു കാര്യം. എന്നാൽ അവര് പറയുന്ന അനുസരിച്ച് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നമുക്ക് പോലും പ്രയാസം തോന്നിയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ മടങ്ങി പോകുന്നു, അല്ലെങ്കിൽ കേട്ട വചനം വൃഥാവായി പോകുന്നു, അല്ലെങ്കിൽ വചനം കേട്ടത് തന്നെ ആദ്യത്തെ പറഞ്ഞ് വചനം കേട്ടത് തന്നെ ഓർമ്മയിൽ നിൽക്കുകയില്ല. പ്രിയപ്പെട്ട ഓർമ്മയിൽ നിൽക്കാൻ എന്നാ പരിപാടിയാണ്? അടുത്ത ആഴ്ച നമുക്ക് ദൈവം അനുവദിച്ചാൽ ഞാനോ വേറെ ആരെങ്കിലും അത് പറയും. എന്നാൽ തന്നെ പറയുക, ഇടയ്ക്കിടയ്ക്ക് കേട്ടത് എന്താന്ന് ഓർക്കുക തന്നെയായി ഓർമ്മയിൽ നിൽക്കാനുള്ള പരിപാടി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ കേട്ടത്? ഇപ്പൊ നമ്മളിപ്പോ ഒരു സയൻസോ ഇതോ പഠിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് പഠിച്ച കാര്യമൊന്നും എന്താ പഠിച്ചതെന്നൊന്ന് ഓർക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച എന്തോ ഉദ്ദേശിച്ച് പഠിപ്പിച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ ഗ്രൂപ്പിൽ എന്താ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മുടെ ഡിസ്കഷന്റെ ദിവസം എന്തായിരുന്നു കാര്യം? പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ വചനം നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. വിശ്വാസത്തിൽ ആ ഹൃദയത്തിൽ വചനം നിലനിൽക്കുക, റിറ്റെയിൻ ദാറ്റ് വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ഇതേ അധ്യായത്തിൽ തന്നെ ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നെ അത് വായിക്കുന്നുണ്ട്. നല്ല മണ്ണിൽ വീണ വിത്തോ ഗുണമല്ല നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നത് അത്രേ. അപ്പൊ ക്ഷമയോടെ ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്ന അനുഭവമുണ്ട്. അല്ലാതെ തന്നെ വചനം കേട്ടോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത പോലെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നതായിട്ടുള്ള പൈശാചിക പ്രവർത്തികളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ കണ്ടു. ഈ ലോകത്തിന്റെ ദൈവം ഹൃദയങ്ങളെ കുരുടാക്കി കളയുന്നു, അതുപോലെ സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ടാക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ചിന്തിച്ചത്. നമുക്കറിയാം, റെവലേഷൻസ് നമ്മൾ വായിക്കുമ്പോൾ പിശാച് ഉപയോഗിക്കുന്ന വേറൊരു കാര്യമാണ് അപവാദ പ്രചരണം എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം യോസേഫിന്റെ കാര്യം ചിന്തിച്ചപ്പോഴും അത് കാണാനിടയിൽ. ദൈവം തന്നെ ഭക്തന്മാരെ രൂപപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ജീവിതങ്ങളെ തകർക്കാനും ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് സഹോദരന്മാരെ കുറിച്ച് രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്ത് 12:10 റെവലേഷൻസ് വായിക്കുമ്പം അപവാദം, യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപവാദം ഉപയോഗിച്ച് അപവാദം കേട്ട് കഴിയുമ്പോൾ മനസാവാച ചെയ്തിട്ടില്ലാത്തത് അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഒക്കെ പറയുമ്പോൾ അതിൽ ദുഃഖിച്ച് ആ മനം തളർന്ന് പോകുന്ന എത്രയോ പേര്. അത്
നമുക്കറിയാമല്ലോ കൂടുതൽ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ മേലായി ഇത്തരം അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും അവർ ചിന്തിച്ചിട്ടോ അതിന്റെ ഭാഗഭാക്കോ ആയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ തൽക്കാലത്തേക്ക് തെറ്റിദ്ധരിക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരുക. അപവാദ പ്രചരണം, സഹോദരൻ, കാരണം അവന്റെ ഈ ഡബിൾ എന്ന് പറയുന്ന ഈ വാക്കിന്റെ ഒരു അർത്ഥം തന്നെ ഒരു നിലയിൽ പറയാം, ഒരു ഒരു മയവും ഇല്ലാതെ അപവാദ പ്രചരണം നടത്തുന്നവൻ, ഒരു മയമില്ല, ഒരു ദയയും കനിവുമില്ലാതെ അപവാദ പ്രചരണം നടത്തുന്നവൻ എന്നാണ് അതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ അപവാദം കൊണ്ട് എത്രയോ പേരെ ആ, തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. ദൈവവചനം നമ്മൾ കാണിക്കും. ആ നമുക്കറിയാമല്ലോ, ആദാമിന്റെ ഹവ്വയുടെയും കാര്യം പറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി സംശയം ജനിപ്പിക്കുന്ന കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആ ലോകം, ജഡം, പിശാച് എന്നിവയെ ഉപയോഗിച്ച് നമ്മളോട് ആക്രമിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ നമുക്കറിയാമല്ലോ, വചനം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ട് പിശാച് ആക്രമിക്കുന്ന വേറൊരു രീതിയാണ് ഫാൾസ് ഡോക്ട്രിൻസ് എന്ന് പറയുന്നത്. നമ്മളത് മിക്ക ലേഖനങ്ങളുടെയും ഉത്ഭവം തന്നെ ഫാൾസ് ഡോക്ട്രിൻസ് ആണ്. നമുക്കറിയാം, യോഹന്നാന്റെ ലേഖനം, മറ്റു പല ലേഖനങ്ങള് ഈ ലോകത്തിലുള്ളവൻ നേക്കാൾ, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അവിടെ ഗ്രീക്ക് ഫിലോസഫിയിൽ ആകർഷകരായിട്ട് ക്രിസ്തു ജനിച്ചിട്ടുമില്ല, ജീവിച്ചിട്ടുമില്ല, ജീവിച്ചെന്ന് നമുക്ക് തോന്നിയിട്ടേ ഉള്ളെന്നൊക്കെ തത്വജ്ഞാനം പറഞ്ഞു വരുത്തിയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് 1 യോഹന്നാന്റെ ലേഖനം എന്നുള്ളത് നമ്മളത് പഠിച്ച സമയത്ത് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇന്ന് തന്നെ 10-35 വർഷം മുമ്പ്, ഒരു മൈസൂർ എന്നുള്ള ഒരു കൂട്ടുകാരൻ. അപ്പൊ അവൻ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരാളെ കണ്ടു, കുറച്ച് ബുക്കൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അവൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. കന്നഡത്തിലാണ് ചോദിക്കുന്നത്, രക്ഷണ ಹೊಂದಿದ್ದೀರ? ಎಂತ ರಕ್ಷ, ಏನ್ ರಕ್ಷಣೆ ಬಗ್ಗೆ ಯಾವತ್ತು ಎಲ್ಲಿ ഈ അവസാനം ഇവൻ ആർഗ്യൂ ചെയ്ത് ഈ ചെക്കൻ കരഞ്ഞുപോയി. കാരണം രക്ഷയെ ദൈവവചനത്തിൽ ഇല്ലാന്നാക്കി കളഞ്ഞു. ആർഗ്യുമെന്റിന്റെ പോക്ക. അപ്പം ഇങ്ങനെ രക്ഷ എന്ന് പറയുന്നത് തന്നെ ഇല്ല. ആര് പറഞ്ഞു? എവിടുന്നുള്ള രക്ഷ? എന്ത് രക്ഷ? അപ്പം ഈ നിലയിലൊക്കെ അടിസ്ഥാനപരമായിട്ട് തന്നെ തകർക്കുന്ന നിലയിൽ ഉള്ള ദുരുപദേശങ്ങളുടെ നിലവാരത്തിൽ, ഈ ദുരുപദേശങ്ങളെല്ലാം അതൊരു ഡിമോണിക് ഒറിജിനിൽ നിന്നാ വരുന്നത്, പൈശാചികമായിട്ടുള്ള ഒറിജിനിൽ നിന്നാ വരുന്നത്. പിശാചിന്റെ തന്ത്രങ്ങൾ തന്നെയാണ്. വളരെ സൗണ്ടിങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് വെച്ച് ദൈവവചനത്തിന്റെ വിശ്വാസതയെ തകർക്കുന്ന ഇത് നമുക്ക് കാണാൻ കഴിയും. ദുരുപദേശങ്ങൾ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് അവസരമുള്ളപ്പം നമുക്കത് ചിന്തിക്കാനായിട്ട് സാധിക്കും. നമുക്ക് കാണാമല്ലോ, കള വിതച്ചു എന്നുള്ളത് ഈ ദുരുപദേശത്തെ കുറിച്ചുള്ള ഇതാണ്. ശത്രു നല്ല ഇതിനെതിരെ കള വിതച്ചു എന്നുള്ളതും, ദൈവവചനത്തിൽ തന്നെ അവനെ ലയർ, ഡിസീവർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതും നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ടെംപ്റ്റേഷൻസിന്റെ സമയമാണ് നമുക്ക് ഈ പിശാചിന്റെ ആ പ്രവർത്തന രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുക പിശാച് എന്തായാലും ദൈവവചനം പിശാചിനെ അറിയത്തില്ല, അതുകൊണ്ട് ദൈവവചനം വെച്ച് പിശാചിനെ അങ്ങ് ജയിച്ചേക്കാം എന്ന് വെച്ചൊക്കെ വിചാരിച്ചാൽ, കർത്താവിന്റെ അടുത്ത് മണിമണിയായിട്ട് ദൈവവചനമല്ലേ പറയുന്ന ആവർത്തന പുസ്തകം. അതുപോലെ എനിക്ക് പലപ്പോഴും പല കാര്യങ്ങളും കർത്താവ് ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം, സങ്കീർത്തനങ്ങള്, ആവർത്തനം. അപ്പം ഈ ആവർത്തന പുസ്തകമൊക്കെ ആ വാക്യങ്ങൾ എടുത്ത് കോട്ട് ചെയ്ത് പറയുക, കല്ലിൽ തട്ടാതെ വേണം സൂക്ഷിക്കുമല്ലോ, മുകളിൽ നിന്ന് എടുത്തു ചാടുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അപ്പമായി തീരാൻ കൽപ്പിക്കുക, എന്നെ വീണ് നമസ്കരിക്കുക, പരം ദൈവവചനം ആ ടെംപ്റ്റേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദൈവവചനം എന്തിന് എവിടെ പറഞ്ഞിരിക്കുന്നു, സൂപ്പർഫിഷ്യലായിട്ട് അതിനെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, അത് കൃത്യമായിട്ട് ആ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ഒരു ധാരണയാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും പലരും വിചാരിക്കുന്നത് ഈ ദൈവവചനം ഇന്ന വാക്യം അവിടെയാന്നൊക്കെ എനിക്ക് അറിയാമെന്നുള്ള നിലയ്ക്ക്. അറിയാം, ശരി, അറിയാം. എന്നാൽ ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? ആ സാഹചര്യം അനുസരിച്ച് ആ ദൈവവചനത്തിന്റെ അർത്ഥം എന്താ? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് ജീവിതത്തിലുള്ള ആപ്ലിക്കേഷൻ എന്താ? അത് മനസ്സിലായില്ലെങ്കിൽ, നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും ക്ലബ് ഹൗസിലും തന്നെ എത്ര വചനങ്ങൾ എടുത്ത് എങ്ങനെയൊക്കെയാ കോട്ട് ചെയ്യുന്നത്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇവരുടെ ചരിത്രങ്ങളെല്ലാം വെറും പൊളിയാണ്, വെറും അപക്വമാണെന്നും അത് വെറും ഭോഷ്കാണെന്നും ഈ ചരിത്രങ്ങളെയൊക്കെ വെറുതെ മനുഷ്യരെ കളിപ്പിക്കാൻ വേണ്ടി എടുത്ത് പറയുന്ന പല ചരിത്രങ്ങളും അവർ പറയുന്നതെന്നും, അതൊന്നും ആ നിലവിലില്ലാത്ത ചരിത്രവും ആർഗ്യുമെന്റും തിയോളജിയും ഒക്കെയാ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊന്നും യാഥാർത്ഥ്യമായിട്ടുള്ളതല്ല
എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനെ കുറിച്ചുള്ള ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അറിവ് അല്ലായിരുന്നു കർത്താവിനുണ്ടായിരുന്നത്. യഹൂദന്മാരും കർത്താവും തമ്മിലുള്ള, അല്ലെങ്കിൽ പരീശന്മാരും തമ്മിലുള്ള പ്രധാന പ്രശ്നം എന്താ? അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കി തൽമൂദ് പോലുള്ള ചില നിഗമനങ്ങളിലേക്ക്, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് ചെയ്യേണ്ട ചില മതപരമായ കാര്യങ്ങളെക്കുറിച്ച് വേറൊരു പുസ്തകം വരെ അവർ എഴുതിയുണ്ടാക്കി അതിന്റെ ക്രമങ്ങളൊക്കെ അതിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അത് അവര് വിവരിച്ചപ്പോ എന്തു പറ്റി? അത് ആ വചനം നൽകിയ സൃഷ്ടിതാവ് ഉദ്ദേശിച്ച ഉദ്ദേശത്തിൽ നിന്ന് അവ മാറിപ്പോയി. അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം എത്ര ഭക്തിയോടെ, എന്തുകൊണ്ട് നമ്മളിപ്പോ ആലോചിക്കുക, ഇത് ഒരു കഥയല്ലേ, ഇത് വായിക്കാനായിട്ട് ഇത്ര നേരം എന്തിനാ? അത് പിന്നെയും പിന്നെയും വായിക്കുന്നത് എന്തിനാ? ഒരു ദിവസം മുഴുവൻ വായിച്ചിട്ട് ഇയാൾക്ക് ഇത് മതിയായില്ലേ? പിന്നെയും പിന്നെ ഇത് വായിക്കുന്നത് എന്തിനാ? ചില സമയത്തൊക്കെ ചിലരൊക്കെ നമ്മളൊക്കെ വായിക്കുന്നതിൽ അസ്വസ്ഥത കാണിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തോ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിങ്ങനെ കരണ്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പലവട്ടം വായിച്ചിട്ടും ഇതിന്റെ കോണ്ടെക്സ്റ്റ്, ഇതിന്റെ ഉത്തരം, ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകാൻ വേണ്ടി പല വേർഷനിൽ, പല ട്രാൻസ്ലേഷൻസിൽ, പല നിലകളിലൊക്കെ വായിച്ച് അതിന്റെ പല മീനിങ്സ് ഒക്കെ നോക്കി അതിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ചെയ്യുന്നത്. അത് എല്ലാത്തിനും അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. കണ്ടുപിടിക്കാനായിട്ട് വളരെ സമയവും വേണം. എന്നാൽ ദൈവവചനം സൂപ്പർഫിഷ്യൽ ആയിട്ടൊരു നോളജ് അല്ല. അങ്ങനെ ഒരു സൂപ്പർഫിഷ്യൽ നോളജ് നമ്മൾ വടി കൊടുത്ത് അടിമേടിക്കുന്ന പണിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വചനം എന്തിന് പറഞ്ഞേക്കുന്നു, കർത്താവെ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടാനിടയായി. പെട്ടെന്ന് ഞാൻ അവയൊന്നും ഓർക്കുന്നില്ല. ഇവിടെ തന്നെ പല വ്യക്തികൾ പറയുമ്പോഴും എങ്ങനെയൊക്കെയാ വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നും. ഒരിത്തിരി സമയം അതിൽ നിന്ന് വായിച്ച് ധ്യാനിച്ച് ദൈവികപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പ്രാപിക്കാൻ കഴിഞ്ഞത് എത്ര നന്നായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കാനിടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു നോളജ് അല്ല ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. കർത്താവിന്റെ ഉത്തരം അതുപോലുള്ള ഉത്തരവാകുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് ഇത്രയും നാളത് ആവർത്തന പുസ്തകത്തിൽ കിടന്നെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന്, ഈ ലെവലിലാണെന്ന് അവരൊരുപക്ഷെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല. സമയം പോന്നു. അതെ, ഇതിങ്ങനെ പറയേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും പറയാൻ ബാക്കിയുള്ളത് നമുക്ക് മുന്നോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.